നമ്മളില്ലാത്തത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വേർപാടിന്റെ അന്ന് നമ്മുടെ ഉമ്മ കരയും, നമ്മുടെ ഉപ്പ കരയും, കൂടപ്പിറപ്പുകൾ വിതുമ്പും. പക്ഷെ ആ സങ്കടത്തിന് എത്ര ദിവസമുണ്ട്, എത്ര ആയുസ്സുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ നമ്മൾ കൂടിയിരുന്ന മുറികളിൽ നമ്മുടെ കൂട്ടുകാർ കൂടിയിരിക്കും. അവർ നിശബ്ദരായിരിക്കും. പക്ഷെ ആ നിശബ്ദത എത്ര കാലമാണ്? അവരുടെ സങ്കടവും അവരുടെ നിശബ്ദതയും നമുക്ക് വല്ലതും നേടിത്തരുന്നുണ്ടോ? ഒന്നും നേടിത്തരുന്നില്ല. മുമ്പ് മരിച്ച ആളുകളെ പോലെ നമ്മളും ഓർമ്മയുടെ മാറാപ്പുകെട്ടുകളിലേക്ക് ഒതുങ്ങിപ്പോകും. നമ്മൾ മരിച്ചാൽ നമ്മൾ എന്താകുമെന്ന് നമ്മൾ ആലോചിക്കുക. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ജീവിതം നന്നായി തുടങ്ങും. കഫാബിൽ മൗതി വാഇള, ഉപദേശകനായി നിനക്ക് മരണം മതി. 22 വയസ്സ് പ്രായമുള്ള നമ്മുടെ കൂട്ടുകാരന്റെ ചലനമറ്റ ശരീരവുമായി അവന്റെ വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് വന്ന് നിന്നപ്പോൾ ആ ആംബുലൻസ് നമ്മളോട് പറഞ്ഞ ഉപദേശം എന്താണ്? നമ്മളെക്കാൾ ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള 20കാരൻ മുങ്ങി മരിച്ച വാർത്ത നമുക്കുള്ള മുന്നറിയിപ്പാണ്.